ഇപ്പോൾ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, തമിഴ്നാട് ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ബില്ലുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും അതോടൊപ്പം ഇതിനൊരു സമയക്രമം നിശ്ചയിക്കുകയും ചെയ്തു സുപ്രീം കോടതി എന്നുള്ളതല്ലേ? കേരളത്തിന്റെ വിഷയത്തിലും ഇത് പ്രസക്തമാകില്ലേ? സുപ്രീം കോടതിയുടെ ഈ വിധി നീതിന്യായ രംഗത്തും അതുപോലെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭരണ നിർവഹണ രംഗത്തും ചരിത്രപ്രധാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഗവർണർമാരുടെ അധികാരാവകാശങ്ങൾ ഏത് പരിധിവരെയാകാമെന്ന് വ്യക്തതയോടുകൂടി കൃത്യതയോടുകൂടി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നിയമനിർമ്മാണ രംഗത്ത് വിൽ ഓഫ് ദ പീപ്പിൾ ആണ്, ജനങ്ങളുടെ അഭിലാഷമാണ് നിയമസഭയും പാർലമെന്റും. തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സമിതികളായിട്ടുള്ള നിയമസഭയും പാർലമെന്റും പാസാക്കുന്ന നിയമങ്ങൾ രാഷ്ട്രീയ വിവേചനത്തിന്റെ പേരിൽ പിടിച്ചുവെക്കുക, വിത്തുകളുടെ ചെയ്യുക, അത് യഥാസമയം അനുമതി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാതിരിക്കുക, രാഷ്ട്രപതിക്ക് ലഭിച്ചാൽ രാഷ്ട്രപതി അത് അനന്തമായി വിത്തുകൾ ചെയ്ത് വെക്കുക, ഒരു തരത്തിലും ഭരണഘടനാനുസൃതമായി നീതീകരിക്കാൻ ന്യായീകരിക്കാൻ കഴിയാത്ത സംഗതിയാണ്. അത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിൽ അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റ് പ്രസിഡന്റിന്റെ ആയാലും ഗവർണറുടെ ആയാലും അനുമതി കിട്ടുന്നതിനുള്ള സമയക്രമം അടക്കം നിർദ്ദേശിച്ചുകൊണ്ടുള്ള വിധി എന്ന നിലയിൽ ഇന്നലെ വരെ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള ആശങ്കയും നമുക്കറിയാം. ശ്രീ മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിന്റെ ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിവേചനാധികാരത്തിന്റെ പേരിൽ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വിവേചനാധികാരങ്ങൾ അനിയന്ത്രിതമല്ല എന്ന് സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നു. മാനദണ്ഡങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിയതമായിട്ടുള്ള ചട്ടങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കാൻ ഗവർണർ ബാധ്യസ്ഥമാണ് എന്ന് കൃത്യമായി വിധിയിൽ പറയുന്നു. ആ നിലയിലൊക്കെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും വളരെ ആശ്വാസകരമായിട്ടുള്ള വിധിയാണ്, ചരിത്രപ്രധാനമായിട്ടുള്ള വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടേത്. ഗവർണർമാരുടെ അധികാരാവകാശങ്ങൾക്ക് വ്യക്തതയുണ്ടാക്കുന്ന കൃത്യതയുണ്ടാക്കുന്ന വിധി എന്ന നിലയിൽ ജനാധിപത്യത്തെ കൂടുതൽ ശാക്തീകരിക്കാൻ സഹായകരമായിട്ടുള്ളത് കൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി എന്നാണ് എന്റെ വിശ്വാസം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, താങ്കൾ പറഞ്ഞതിന്റെ ഒരു ഉള്ളർത്ഥം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗവർണറുടെ ഭരണഘടനാ പദവിയേക്കാൾ പ്രാധാന്യമുള്ളതും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബില്ലുകളുടെ കാര്യത്തിൽ സവിശേഷവുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ തീരുമാനങ്ങൾ എന്നല്ലേ, അധികാരങ്ങൾ എന്നല്ലേ? തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭ, തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ്, ആ നിയമസഭയിലൂടെയും പാർലമെന്റിലൂടെയും അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ്, അതാണ് പാർലമെന്ററി ജനാധിപത്യ സംവിധാനം. അതിൽ തെരഞ്ഞെടുക്കപ്പെടാതെ കേന്ദ്ര ഗവൺമെന്റ് നോമിനിയായി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന ഗവർണർക്ക് അമിതമായ അധികാരങ്ങളില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിലൂടെ നിലവിൽ വരുന്ന ഗവൺമെന്റിന് വിധേയമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ചുമതലയെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. അതാണ് ശരി. അതിനപ്പുറത്തേക്കുള്ള അധികാരം പ്രയോഗിക്കാൻ, അവകാശം പ്രയോഗിക്കാൻ ഗവർണർക്ക് ഒരു തരത്തിലുള്ള ഭരണഘടനാപരമായ വിവേചനാധികാരവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി. ആ നിലയിൽ 100% സ്വാഗതാർഹമായിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി. ശരി, വളരെയധികം നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP, താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ചരിത്ര പ്രാധാന്യമുള്ള സവിശേഷതകൾ നിറഞ്ഞ വിധിയാണ് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP പറയുന്നു. പ്രത്യേകിച്ചും ഗവർണറുടെ അധികാര അവകാശങ്ങൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റുകൾക്കും ഉള്ള അധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടലിനെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ആർ അച്യുതൻ, ഞങ്ങളുടെ പ്രതിനിധി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത്? തമിഴ്നാട് ഗവർണർ രവിയുടെ നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സുപ്രധാന വിധിയായി സുപ്രീം കോടതിയുടെ ഇടപെടൽ മാറുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകും. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തയിലേക്ക്, മറ്റു വിശദാംശങ്ങളിലേക്ക്.